നമ്മളെ കുഞ്ഞുമോൻ്റെ ഇവിടെ മീനെ പിടിക്കാൻ വന്നിട്ട് ഈ ചാലിൽ അങ്ങാടിയുണ്ട് ഒളിച്ചോടിയിട്ട് കാണില്ല. നല്ല വെയിലാണ്, കാണില്ല. നമ്മളെ വെയിലത്ത് കണ്ടാലും കാണുമറിയില്ല. കണ്ടത്തിലൊന്നും ആരുമില്ല ഉണ്ടല്ലേ. ഞാനും കുറേ നാളായില്ലേ വരാത്ത. ഇങ്ങാടെ ഒരാളുണ്ട് പുല്ലരിന്ന്, രണ്ടാൾ ഈ വയലിലെത്തും. അല്ലെങ്കിൽ 100 കണക്കിന് ആളാണ് ഈ സമയത്ത് പുല്ലരി അല്ലേ. എത്ര പുല്ല് കിട്ടിയാലും ആർക്കും മതിയാവില്ല. അല്ലെങ്കിൽ കടിപിടിയാണ് പുല്ലിന് വേണ്ടിയിട്ട്. ഇപ്പം നോക്കറ പുല്ല് എന്നെ അരിഞ്ഞോ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കല്ലേ ഇന്ന്. കർക്കിടക മാസമല്ലേ, കർക്കിടം 18 വരുന്നെല്ല് ഊരിയും കൂടെ പണ്ടേ കഴിയും. പിന്നെ നെല്ല് തൊട്ടുകൂടാന്ന് പറയും, മൂത്തുവും പിട്ടലാവും എന്ന് പറയും. രണ്ടാമത്തെ കളവൂരിയും കൂടെ കർക്കിടകം 18 തീർക്കണം. അതിലെന്തൊരു രസമാണ്, വിചാരിക്കാനേ കഴിയുന്നില്ല അതൊന്നും. ആ മഴയിൽ നിന്ന് നനഞ്ഞുകൊണ്ടില്ല പൊരിക്കൽ ആകെ മുങ്ങിയിട്ട് വെള്ളത്തുനിന്ന്. ആ തോട്ടിൻ്റെ അടുത്ത് വരെല്ലാം നെൽകൃഷിയല്ലേ, എല്ലാം നെല്ലാണല്ലോ. ഈ കാണുന്ന വയലെല്ലാം നേരം നെല്ലാണ്. രാവിലെ പോയാൽ വൈകുന്നേരം 6:30 വരെ ആ വെള്ളത്തിലാണ്. കാട്ടുതാള് കണ്ട് അവിടെ എല്ലാം അങ്ങനെയാണ് നമ്മൾ വളപ്പിലും കാട്ടുതാള് പുല്ലിൻ്റെ ഒപ്പം അങ്ങോട്ട് പോയിട്ട് ഇന്നെല്ലാം നമ്മൾ പുല്ലരിയുന്നതല്ലേ. ഇതെല്ലാം വയലുണ്ടായതാണ്, തൈ വെച്ചിട്ട് ഇങ്ങനെ മുമ്പേ പഴയ കാലത്ത് തണ്ട് പറിച്ചിട്ട് ഇങ്ങനെ തണ്ടാക്കിയിട്ട് ഉണ്ടാക്കാനുള്ള പോലെ ഉണ്ടോ അതിൽ. റെഡ് അലർട്ട് പറഞ്ഞിട്ട് ഇന്ന് വെയിൽ കൊള്ളാനേ ആവുന്നില്ല. എല്ലാവർക്കും സ്കൂൾ അവധിയല്ലേ. സമയം പോണ്ടേ കുഞ്ഞക്കല്ലോ. ഇല്ലേ, നമ്മളെ മുണ്ടോനൊന്നും അരിഞ്ഞിട്ടേ ഇല്ല. മുണ്ടോൻ ശരിക്കും പറഞ്ഞൊക്കെ അരിയണം. പിന്നെ അരി തീർത്തിട്ടാണ് നെല്ലാവുണ്ട്. നമ്മൾ അരിഞ്ഞിട്ടേ ഇല്ല, ഇല്ലെങ്കിലും ആയിക്കോളും. അല്ല നമ്മളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടെ. ഇപ്പോൾ വെയിലായതുകൊണ്ട് ശരിക്കും ക്ലിയറില്ല, നല്ല വെയിലല്ലേ.